2 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ തുടങ്ങും. 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന് അംഗീകാരം നൽകുക എന്നതാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാന അജണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ടോടെ മാത്രമേ ദില്ലിയിലെത്തുകയുള്ളൂ. കേരളത്തിൽ നിന്നുള്ള മറ്റെല്ലാ കേന്ദ്ര നേതാക്കളും ദില്ലിയിലെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾക്ക് അംഗീകാരം നൽകുന്നതിനോടൊപ്പം പാർട്ടി കോൺഗ്രസ് ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും. PR സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ, ഇന്ന് AK ഗോപാലൻ്റെ ഓർമ്മദിനം കൂടിയാണ്. ഞങ്ങളത് പറയുകയായിരുന്നു, AK ഗോപാലൻ്റെ കഥ. അപ്പോൾ ഒരുപക്ഷെ ദില്ലിയിലൊക്കെ താമസിക്കുന്ന സമയത്ത് AK ഗോപാലൻ്റെ ഒരുപാട് കഥകളും പാർലമെൻറ്റിലെ രാഷ്ട്രീയ ജീവിത കഥകളും ഒക്കെ PR സുനിലും പരിചിതമായിരിക്കുമല്ലോ. അപ്പോൾ ആ ദിവസമാണ് നമ്മളിതിപ്പോൾ CPIMൻ്റെ അടുത്ത പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കൊല്ലത്ത് നടന്ന CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത്, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തത് നമ്മൾ റിപ്പോർട്ടർ ചാനലാണ്. അപ്പോൾ നമ്മൾ ഈ പാർട്ടി കോൺഗ്രസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു അല്ലേ PR സുനിൽ? നമ്മൾ ഒരുങ്ങി. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും AKG താമസിച്ചിരുന്നത് എനിക്ക് പുറകിൽ കാണുന്ന ഈ അശോക റോഡിലായിരുന്നു. ഏറെ നാൾ CPIM ആ ഒരു ബംഗ്ലാവ് സൂക്ഷിച്ചിരുന്നു. പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ആ അശോക റോഡിലെ ആ ഒരു ബംഗ്ലാവ് CPIMൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായത്. ഏതായാലും CPIM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ആണ് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ചേരാൻ പോകുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ടിന് അംഗീകാരം നൽകുക എന്നതാണ് ഈ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നേരത്തെ രാഷ്ട്രീയ റിപ്പോർട്ട് അംഗീകരിക്കുകയും അത് കീഴ്ഘടകങ്ങൾക്ക് ചർച്ചയ്ക്കായി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുക എന്നതാണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. എങ്ങനെയാണ് CPIMൻ്റെ അടുത്ത 3 വർഷത്തിൽ CPIM മുന്നോട്ട് പോകേണ്ടത്, കഴിഞ്ഞ 3 വർഷത്തിൽ എന്തൊക്കെ പാളിച്ചകൾ CPIMന് സംഭവിച്ചു, സംഘടനാപരമായി ശക്തിപ്പെടേണ്ടതിൻ്റെ സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയായിരിക്കും പാർട്ടി കോൺഗ്രസിൽ നടക്കുക. പിന്നീട് അടുത്ത 3 വർഷത്തേക്ക് പാർട്ടിയുടെ ലൈൻ തീരുമാനിക്കുക എന്നതാണ് പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇതോടൊപ്പം തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുക, പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ, പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയൊക്കെ തന്നെ നിശ്ചയിക്കുക, ഇതൊക്കെയാണ് പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം. ഏതായാലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIMനെ സംബന്ധിച്ച് 24-ാം പാർട്ടി കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയമായും സംഘടനാപരമായും. നമുക്കറിയാം 20 വർഷം മുൻപ് 50-ലധികം പാർലമെൻറ്റ് അംഗങ്ങളുടെ വലിയ സ്വാധീനമുണ്ടായിരുന്ന CPIM ഇന്ന് ചുരുങ്ങി ദേശീയ തലത്തിലൊരു സംസ്ഥാന പാർട്ടിയുടെ ഒരു സാഹചര്യത്തിലേക്ക് ചുരുങ്ങുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സംഘടനാപരമായും രാഷ്ട്രീയപരമായും പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്തുക എന്നതാണ് CPIMനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ CPIMൻ്റെ ഇത്തവണത്തെ സംഘടനാ റിപ്പോർട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. ഇപ്പോൾ 2 ദിവസത്തെ CPIMൻ്റെ ഈ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട ആ സംഘടനാ റിപ്പോർട്ടിനാണ് അന്തിമ രൂപം നൽകുക. അതിനുശേഷം പിന്നീട് ഏപ്രിൽ 2-ാം തീയതിയാണ് പാർട്ടി കോൺഗ്രസ് ആരംഭിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രതിപക്ഷ നേതാക്കളുടെ കൂട്ടായ്മയിൽ തമിഴ്നാട്ടിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വൈകിട്ട് മാത്രമേ ദില്ലിയിലേക്ക് വരികയുള്ളൂ. മറ്റ് എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ PR സുനിൽ, നമ്മൾ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖ കണ്ടു. ആ വികസന രേഖയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു. നയവ്യതിയാനം എന്ന രീതിയിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നമ്മൾ നേരത്തെ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് ഈ പാർട്ടി കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള മാറ്റത്തിനുതകുന്ന എന്തെങ്കിലും അതിലുണ്ടാകുമോ എന്നതിൽ അവർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം BJPയുടെ വളർച്ച, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ആശങ്കയോടുകൂടി തന്നെ കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ട്. ഇതൊക്കെ ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് പാർട്ടിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര, ഇതിൽ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ അധികാരമുള്ളത്. അധികാരമുള്ള കേരളത്തിൽ പോലും വലിയ തോതിൽ BJPയുടെ വളർച്ച CPIMനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. പശ്ചിമ ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ട ശേഷം ഇതുവരെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. വോട്ട് ശതമാനം വലിയ തോതിൽ കുറയുകയും ചെയ്യുന്നു. 4.5% വോട്ട് മാത്രമേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ CPIMന് കിട്ടുന്നുള്ളൂ. ത്രിപുരയിലെയും സാഹചര്യം സമാനമാണ്. വോട്ട് വിഹിതം കുറഞ്ഞു വരുന്നു. പാർട്ടിയുടെ കരുത്ത് അവിടെ കൂടുതൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു പ്രതിപക്ഷ നിരയിലേക്ക് പോലും ആ സംസ്ഥാനങ്ങളിൽ വരാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPIM മാറുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ BJPയുടെ വളർച്ച വളരെ ഗൗരവമായി തന്നെ CPIM വിലയിരുത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ആര് ജനറൽ സെക്രട്ടറി ആകും. 75 വയസ്സ് പ്രായപരിധി വളരെ കർശനമായി നടപ്പാക്കും എന്നാണ് CPIMൻ്റെ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കൾ പോളിറ്റ് ബ്യൂറോ
ബ്യൂറോയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങി സൂര്യകാന്ത് മിശ്ര തുടങ്ങി ഒരുപാട് നേതാക്കൾ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറും. അപ്പോൾ ആര് ജനറൽ സെക്രട്ടറി ആകും എന്നതൊക്കെയായിരിക്കും വളരെ കൗതുകത്തോടെ ഈ CPIM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണുക. അപ്പോൾ MA ബേബിയെ പോലുള്ള ആളുകളുടെ പേരുകളൊക്കെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല.